കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണക്കേസിൽ തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് വീണ്ടും ഇഡിക്ക് മുന്നിൽ. ഇത് മൂന്നാം തവണയാണ് വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. ഈ മാസം 5-ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ നവകേരള സദസ്സ് കണക്കിലെടുത്ത് അവധി തേടിയതിനെ തുടർന്നാണ് നോട്ടീസ് മാറ്റി നൽകിയത്. CPMന് കരുവന്നൂരിൽ രഹസ്യ സ്വഭാവത്തിലുള്ള ഇടപാടുകൾക്കായി 2 അക്കൗണ്ടുകളുണ്ടെന്ന് ED ആദ്യ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ആദ്യം ചോദ്യം ചെയ്തത്. പിന്നീട് 5 അക്കൗണ്ടുകൾ ഈ ആവശ്യത്തിനായി പാർട്ടിക്കുണ്ടെന്ന് ED ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഓരോ അക്കൗണ്ട് വഴിയും അരക്കോടിയുടെ വരെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ബിനാമി ലോണുകളുടെ കമ്മീഷൻ തുകയുടെ കൈമാറ്റമാണ് പാർട്ടി അക്കൗണ്ടുകൾ വഴി നടന്നതെന്നും ED പറയുന്നു. ക്രമക്കേട് പുറത്തായതിനു പിന്നാലെ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് 90% തുകയും പിൻവലിച്ചു. അവസാന ഘട്ടത്തിൽ 5 അക്കൗണ്ടുകളിലായി 72 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. MM വർഗീസ് നേരത്തെ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് വിവരം മാത്രമാണ് നൽകിയതെന്നാണ് ED പറയുന്നത്. എന്നാൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നാണ് MM വർഗീസിന്റെ നിലപാട്. കൃത്യമായിട്ട് സഹകരിക്കേണ്ടത്. ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് CPM പ്രാദേശിക നേതാക്കളെയും ED ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM നേതാക്കൾക്കെതിരായ PR അരവിന്ദാക്ഷന്റെ മൊഴിപ്പകർപ്പ് പുറത്തുവന്നിരുന്നു. മുൻ മന്ത്രി AC മൊയ്തീൻ, മുൻ MP PK ബിജു എന്നിവർക്ക് കരുവന്നൂർ കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ പണം നൽകിയിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. 2016-2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആവശ്യങ്ങൾക്കായാണ് തുകയുടെ കൈമാറ്റം നടന്നത്. കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ അരവിന്ദാക്ഷൻ നേതാക്കൾക്കെതിരെ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ മൊഴിപ്പകർപ്പിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.